മറ്റന്നൂരിന്റെ ജനഹിന്ദി യാത്രകളുടെ തടസ്സത ഇപ്പോ ഈ പറഞ്ഞ 10,000-കണക്കിന് ആളുകൾ രാവിലെ അങ്ങോട്ട് പോകുന്ന കാണുമ്പോ അവരന്തം വിടുക. അതിന്റെ 10 ഇരട്ടിയാണ് എവിടെ സ്മാർട്ട് സിറ്റി വരാൻ പോകുന്നത്. സ്മാർട്ട് സിറ്റിക്കകത്ത് ഓരോ ടെക്നോ പാർക്കാണ് വരാൻ പോകുന്നത്. അത്ര വലിയ കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങളൊക്കെ ഓരോ കമ്പനികൾ വരും. ആ ഓരോ കമ്പനികളും ജോലി കൊടുക്കാൻ പോകുന്നു. ഇവിടെ കോളേജിൽ നിന്ന്, എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും നമ്മളെ കോളേജിൽ നിന്നും ഒക്കെ പഠിച്ച് പാസ്സായി വരുന്ന കുട്ടികൾക്കാണ്. അവരിങ്ങനെ ഇപ്പൊ നമ്മൾ പോകുമ്പോ സെൽഫി എടുക്കുന്നത് കാണില്ലേ, അതൊരു ആപ്ലിക്കേഷനാണ്. അങ്ങനെ ഉണ്ടായ ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കും ബാക്കിയുള്ളതും കാണുന്നില്ലേ, അത് അവരെ പോലെ ഓരോ ചെറുപ്പക്കാരുണ്ടാക്കിയതാണ്. 19 വയസ്സുള്ള ഒരാളുണ്ടാക്കിയതാണ്. അതങ്ങോട്ട് വലുതായിട്ട് ആൾക്കിപ്പോ 32 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് ലോകം കീഴടക്കി. അതാണ് ഇതൊക്കെ ഓരോ ദിവസം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതൊക്കെ അങ്ങനൊക്കെ ചെയ്യാനും വളരാനും കഴിവുള്ള കുട്ടികൾ തന്നെയാണിത്. അവർക്കും ഒരു തലയെ കൊടുത്തിട്ടുള്ളൂ. അല്ല, അമേരിക്കക്കാർക്കൊക്കെ 2 തലയില്ല, ഒറ്റ തല തന്നെ അവർക്കുള്ളൂ. ആ തല തന്നെ ഇവർക്കുള്ളത്. അതിനുള്ള അവസരം ഇവർക്കില്ല എന്നേ ഉള്ളൂ. ഇവർക്ക് അതിനുള്ള അവസരം കൊടുത്താൽ നാളെ നമ്മുടെ കുട്ടികൾ ആ ലെവലിലെത്തും. യാതൊരു സംശയം വേണ്ട. ഇനി ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയാണ്. കാലം മാറുകയാണ്. അപ്പൊ ആ ഏരിയയിലൊക്കെയാണ് ജോലി വരാൻ പോകുന്നത്. ഞാൻ മട്ടന്നൂരിൽ എന്തിനാ അത് പറയണോ എന്നാണ് പലരുടെയും. മട്ടന്നൂരിലാണ് പറയേണ്ടത്. കാരണം മട്ടന്നൂരിൽ നിന്നാണ് ലോകത്തേക്കുള്ള വാതില് തുറക്കാൻ പോകുന്നത്. വിമാനത്താവളത്തിന്റെ വാതില് തുറക്കാൻ പോകുന്നത്. ഗേറ്റ് ഇപ്പൊ ഇവിടെ ഞങ്ങൾ അതിന്റെ ഗേറ്റ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് ഇപ്പോ ഇവിടെയാണ്. ആ വിമാനത്താവളം വരാനിടയാക്കിയ ഒരു കാരണം കിൻഫ്ര. നമുക്കറിയാലോ കിൻഫ്ര 91-ല് ഞാൻ വ്യവസായ മന്ത്രിയായ സമയത്ത് ഉണ്ടാക്കിയ ഒരാശയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി കിട്ടാവുന്നിടത്തൊക്കെ എടുത്തു വെച്ചു. അന്ന് പല വിദഗ്ധന്മാരും, അല്ലാതെ എന്റെ വൈദഗ്ധ്യമൊന്നുമല്ല, എനിക്ക് ഇതൊന്നുമല്ലായിരുന്നു പണി. എനിക്ക് രാഷ്ട്രീയമാണ് ബാക്കിയുള്ളതൊക്കെയാണ് മുന്നേ. ഞാൻ അതിന്റെ വിദഗ്ധനൊന്നുമല്ല. പക്ഷെ മന്ത്രിയാവുമ്പോൾ നമുക്ക് പലരും വിവരം പറഞ്ഞു തരാൻ ആളുണ്ടാവും. അങ്ങനെ വിവരം പറഞ്ഞു തന്നതാണ്. കുറച്ച് കഴിയുമ്പോ കേരളത്തില് ഭൂമിക്ക് വലിയ കുഴപ്പം വരും. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഭൂമി ഗവൺമെന്റ് എടുത്ത് വെക്കണം. എന്നാലേ ഭാവിയിൽ ആവശ്യം വരുമ്പോ ഉണ്ടാവുള്ളൂ. വിമാനത്താവളം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വ്യവസായം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വേറെ പലതും ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
അതുപോലെ തന്നെ ഇൻഫോ പാർക്കും കിൻഫ്രയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇവിടെ എടുത്തു വെച്ചതാണ്. ഈ ഭൂമിയൊക്കെ പല ആവശ്യങ്ങൾക്കും വേണ്ടി അക്വയർ ചെയ്ത ഭൂമികളാണ്. ഞങ്ങളത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. 5 കൊല്ലം കഴിഞ്ഞാലും ചാൻസ് നമുക്ക് തന്നെ ആയിരിക്കും എന്നുള്ള നിലയിൽ മാത്രമല്ല, ആർക്ക് ചാൻസ് ആയാലും. സാധാരണ 5 കൊല്ലം മരിച്ചാൽ പിന്നെ ഗവൺമെന്റ് മാറില്ല. കുറിയാണല്ലോ ഇപ്പൊ മാറൂല എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉറപ്പായി തുടങ്ങിയത് ഈ കുറിയാണ്. UDF ഭരിച്ച ഉപതെരഞ്ഞെടുപ്പൊന്നും ജയിക്കാനില്ല. കുറി എല്ലാ ഉപതെരഞ്ഞെടുപ്പും ജയിക്കും. UDF ഭരിച്ച പാർലമെന്റ് ഇലക്ഷനിലൊന്നും സീറ്റേ കിട്ടലില്ല. കുറി ഭൂരിപക്ഷം സീറ്റും നമുക്ക് തന്നെ. ഇപ്പൊ അവസാനം വന്ന അരുവിക്കരി നമുക്ക് തന്നെ. പഞ്ചായത്ത് ഇലക്ഷനിൽ ഒരു ജയിച്ചിട്ടില്ല. വെറുതെ പറഞ്ഞുകൊണ്ട് കിടക്കാണ്, ബടായും പറഞ്ഞുകൊണ്ട് കിടക്കാണ്. 7 ജില്ല UDF-ഉം 7 ജില്ല LDF-ഉം ആണ്. അങ്ങനെ ഇങ്ങനെയും സാമ്പാറും പായസവും ഒക്കെ വെച്ച് ഏതാനും പഞ്ചായത്തുകൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ബലത്തിൽ നടക്കുകയാണ്. അത് രാഷ്ട്രീയമല്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ വെച്ച് നോക്കിയാൽ UDF-ന് തന്നെ തിരിച്ച് അധികാരത്തിൽ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. മാത്രമല്ല ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിന്റെ ഗവൺമെന്റ് തന്നെ വരണം. അതിന് ഉമ്മൻചാണ്ടിനൊന്ന് കെട്ടിടാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കുകയാണ്. ഇന്നിപ്പോ TV-യിലുണ്ട്, നാളെ പത്രം തുറന്നു നോക്കിയാൽ അതായിരിക്കും വാർത്ത. കോയ കഴിഞ്ഞു, വേറെന്തോ ഒരു ഏർപ്പാടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അത് ദിവസമൊന്നുണ്ടാവും. ഈ ആനനെ കെട്ടിടാൻ വേണ്ടി എന്താ പറയാ, നമ്മളെ പിരിച്ച ചകിരിക്കാരും കൊണ്ട് നടക്കണ ഏർപ്പാട് എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? ഈ ഡെവലപ്മെന്റും ഈ നടപടികളും ഈ ഗവൺമെന്റും ഈ നടപടിയൊക്കെ കാണുമ്പോ അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ബാർക്കോയ നിന്ന് ചിന്തിക്കണം. മന്ത്രിമാർക്കൽക്കം പരിക്ക് പറ്റിയാലെന്താ? കേരളത്തിന്റെ ഒരു അപഖ്യാതി നമ്മൾ മാറ്റിയില്ല. ലീഗ് എത്ര കാലമായി മദ്യവിമുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. അതാണ്ട് ചെയ്തിട്ടാണ് കൂടി നമ്മൾ ഇറങ്ങിപ്പോവാൻ പോകുന്നത് എന്ന് ഓരോ ലീഗുകാരനും മനസ്സിലാക്കണം. അതിൽ മന്ത്രിമാർക്കൊക്കെ കുറച്ച് പരിക്ക് പറ്റി, സാരല്ല. മാണി സാറും അതേപോലെ തന്നെ ബാബു ഒക്കെ കാലാനൊടുവിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. ഇനിയിപ്പോ 4 മാസം കൂടി മന്ത്രിയായി ഇരുന്നിട്ടാണ് അതിലും വലിയ പണി സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തിട്ടാണ് ഒരു പോണത് എന്നുള്ളതിന് കുറച്ച് പരിക്ക് പറ്റിയാലും തിരക്കിടില്ല. യുദ്ധത്തിന് പോകുമ്പോൾ അല്പം മുറിയും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും എന്ന് കരുതിയാൽ മതി. പക്ഷേ കേരളം മദ്യവിമുക്തമായി. അത് തുടരണോ? UDF വരണം. വിമാനം ഇറങ്ങണോ? UDF വരണം. അതുപോലെ സ്മാർട്ട് സിറ്റി പൂർത്തിയാവണോ? UDF വരണം. ഈ സാമൂഹ്യക്ഷേമ പദ്ധതികളും കാര്യങ്ങളൊക്കെ തുടരണോ? UDF വരണം. ജനങ്ങൾ ചിന്തിക്കുന്നവരാണ്. ഭാവി തലമുറക്ക് അവരുടെ ജീവിതമാണ് പ്രധാനം, അവരുടെ അവസരങ്ങളാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട് UDF-ന്റെ കൂടെ നിൽക്കും. ഇന്ത്യയുടെ നിലക്ക് നിൽക്കണം. കേരളത്തിന്റെ നിലക്ക് നിൽക്കണം. അതിനാണ് ഞങ്ങളെ ജാഥ. അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് തന്നെയാണ് അതിന്റെ വിജയവും. യാതൊരു സംശയവും എനിക്ക് ആ കാര്യത്തിലില്ല. കാരണം അല്ലെങ്കിൽ ഈ ഭരണത്തിന്റെ അവസാനം മന്ത്രിമാരായ ഞങ്ങളൊക്കെ കൂടി ഒരു ജാഥ നടത്തുമ്പോൾ മനുഷ്യന് ഇത്ര ആവേശം വരേണ്ട ഒരു കാര്യം എന്താണ് എന്നുള്ളത് ചിന്തിച്ചാൽ അതിന്റെ കാര്യകാരണ സഹിതം വിലയിരുത്തിയത് തന്നെ. മറ്റേ ഭരണം വേണ്ട, UDF-ന്റെ ഭരണം തുടരണം, BJP-യുടെ ഭരണം മാറണം, UPA ഭരണം വരണം. അതിന് തന്നെയാണ് സമന്വയവും സൗഹൃദവും ഒക്കെ ഞങ്ങൾ പറയുന്നത്. അതിനെതിരായി നിൽക്കുന്നവർ രാജ്യത്ത് നിന്ന് പോകണം. അപ്പൊ അതുകൊണ്ട് ഒറ്റക്കെട്ടായി എല്ലാവരും നിൽക്കണം. ജാതി മത ഭേദമന്യേ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര് ബോർഡ് കീറാനും കൊടി കീറാനൊന്നും പോണ്ട. കീറിയത് ആരെങ്കിലേക്കോട്ടെ, നമ്മൾ നോക്കണം. നിങ്ങൾ ഈ പ്രകടനം കഴിഞ്ഞാൽ വരിയേക്കാൻ പോയാൽ മതി. നിങ്ങൾ ചെയ്യേണ്ട പണി എന്താന്ന് വെച്ചാൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോ നോക്കിയാൽ മതി, ഒരെണ്ണം കൂട്ടാൻ നോക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യണ്ട. എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നൽകുന്നു.